കുടുംബശ്രീ ശാരദ സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ശാലിനി പപ്പിമോളുടെ നാളെ ബർത്ത്ഡേക്ക് സത്യം വിട്ട് വരാമെന്ന് പറയുവാണ് കേട്ടോ. അതേക്കുമ്പോൾ പപ്പി സന്തോഷത്തോടെ ഫോൺ കട്ടാക്കുവാണ്. ഈ സമയം സത്യം പറയണേ, അമ്മേ അപ്പം നാളെ നമ്മൾ അവിടെ പോയി ബർത്ത്ഡേ ആഘോഷിക്കാൻ പോകുവാണല്ലേ എന്ന് പറഞ്ഞ് ശാലിനിയുടെ കവളൊരു കൊടുക്കുക. എന്നിട്ട് പറയണേ, ഞാൻ ഈ വരുമ്പോൾ ശാരദ അമ്മയോട് പറഞ്ഞിട്ട് വരാം. അങ്ങനെ പറഞ്ഞ് സത്യം ഇവിടെ നിന്ന് ഓടിപ്പോകുവാണ്. പിന്നീട് കാണിക്കുന്നത് പൊന്നി പപ്പിക്കുള്ള ഭക്ഷണവുമായിട്ട് ഹോളിലേക്ക് വരുമായിരിക്കും. അന്നേരം പപ്പി സന്തോഷത്തോടെ പൊന്നിയോട് പറയുക, അതെ നാളെ സത്യയുടെ അമ്മയും കൂടി ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട്. ഞങ്ങൾ രണ്ടാളും ഒന്നിച്ചാ ബർത്ത്ഡേ ആഘോഷിക്കാൻ പോകുന്നത്. അതേക്കുമ്പോൾ പൊന്നിക്ക് സന്തോഷമാകണേ. പൊന്നു പറയണേ, ആ അത് ശരി, അപ്പോൾ ഇനി ഭക്ഷണമൊക്കെ കഴിക്കാമല്ലോ. കഴിക്കാം എന്ന് പപ്പി പറയുവാണ് കേട്ടോ. അന്നേരം സത്യഭാമ ആ ഭക്ഷണം പൊന്നിയുടെ കയ്യിൽ നിന്ന് വാങ്ങുവാം. എൻ്റെ പൊന്നു സിംഗ് വന്നേ, മുത്തശ്ശി എൻ്റെ പപ്പി മോൾക്ക് വാരിത്തരാം. അങ്ങനെ പറഞ്ഞ് സത്യമ്മ പപ്പിമോൾക്ക് ഭക്ഷണമൊക്കെ വാരി കൊടുക്കുവാണ്. ഈ സമയം വിഷ്ണുവും രാഘവനും ശ്യാമും എല്ലാവരും ഒത്തിരി സന്തോഷത്തിൽ നിൽക്കുവാണ് കേട്ടോ. അന്നേരം സത്യഭാമ മനസ്സിൽ പറയണേ, ഈ സത്യഭാമയെ തോൽപ്പിച്ചു എന്ന് പറഞ്ഞ് അഹങ്കരിച്ച് നിൽക്കുക രാഘവേട്ടനും ആ ശാലിനിയുടെ അനിയത്തി ശ്യാമയൊക്കെ. നാളെ അവൾ വരട്ടെ, അവൾ ഈ വീട്ടിൽ നിന്ന് വേരോട് നാളെ ഞാൻ പിഴുതറിയുന്നത് എല്ലാവരും കണ്ടോ. അങ്ങനെ പറഞ്ഞ് എന്തോ ഒരു കാര്യം മനസ്സിൽ പ്ലാൻ ചെയ്ത് നിൽക്കുവാണ് ഭാമ. പിന്നീട് കാണിക്കുന്നത് അടുത്ത ദിവസം വീടെല്ലാം ഡെക്കറേറ്റ് ചെയ്ത് സത്യയുടെ പപ്പിയുടെ ഫോട്ടോയൊക്കെ വെച്ച് ഫ്ലെക്സൊക്കെ അടിച്ച് ഹാപ്പി ബർത്ത്ഡേ സത്യ പത്മിനി എന്നൊക്കെ പറഞ്ഞ് എഴുതി എല്ലായിടത്തും ഡെക്കറേറ്റൊക്കെ ചെയ്ത് വെച്ചിരിക്കുവാണ്. ഈ സമയം വിഷ്ണുവാണെങ്കിൽ പുറത്ത് ശാലിനി വരുന്നതിൻ്റെ സന്തോഷത്തിൽ തുള്ളിച്ചാടി നടന്ന ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യുവാണ് കേട്ടോ. അങ്ങനെയും വിഷ്ണുവാണെങ്കിൽ സന്തോഷത്തിലിരിക്കുമായിരിക്കും. ഈ സമയം കാർത്തിക വിഷ്ണുവിൻ്റെ അരികിലേക്ക് വരുവാം. വിഷ്ണു ഏട്ടാ ഭയങ്കര സന്തോഷത്തിലാണല്ലോ. അതെ, അതിൻ്റെ കാരണം എന്താണെന്ന് ഇയാൾക്കും അറിയില്ലേ? അന്നേരം കാർത്തിക ചിന്തിക്കണേ, അറിയാം, ശാലിനി വരുന്നത് കൊണ്ടല്ലേ? അതേന്നെ, അമ്മ ശാലിനി ഇങ്ങോട്ടേക്ക് ക്ഷണിച്ചല്ലോ, അതിനുള്ള സമ്മതം പപ്പി മോൾക്ക് കൊടുത്തല്ലോ, അതിൻ്റെ ഒരു നല്ല സൂചനയായിട്ട് എനിക്ക് തോന്നുന്നത്. ഈ സമയം കാർത്തിക പറയണേ, അത് പിന്നെ സത്യയല്ലേ ബർത്ത്ഡേ ക്ഷണിച്ചത്, കൂടെ ശാലിനിയോടും കൂടി വരാൻ പറഞ്ഞതല്ലേ, പപ്പിമോൾ അതത്ര ആഗ്രഹിച്ചത് കാരണമല്ലേ സത്യമ്മ നിരസിക്കാഞ്ഞത്. അന്നേരം വിഷ്ണു പറയണേ, അതൊക്കെ ശരിയായിരിക്കും, അങ്ങനെ ആയിരിക്കും, എന്നാണെങ്കിലും ഞാൻ അമ്മയുടെ മനസ്സിൽ ശാലിനിയോടുള്ള വെറുപ്പ് കുറച്ചെങ്കിലും കുറഞ്ഞു എന്ന് വിചാരിക്കുക. അങ്ങനെ താനും കൂടി എന്ന് പറയുമ്പോൾ എനിക്കൊരാശ്വാസം. മരുഭൂമിയിൽ ഒരു ചെറിയ മഴ വന്ന പോലെ ഒരു സുഖം. നേരത്തെ അച്ഛനും രോഹിത്തും ശ്യാമയൊക്കെ എന്നെ ഇതുപോലെ ഓരോന്നൊക്കെ പറഞ്ഞ് ആശ്വസിപ്പിക്കും. പക്ഷെ അവർക്കൊക്കെ ഇപ്പം എന്നോട് വെറുപ്പാണല്ലോ. അതിന് കാരണം തന്നെ ഞാൻ കല്യാണം കഴിച്ചുകൊണ്ട് വന്നത്. തന്നെ ഞാൻ വിഷമിപ്പിക്കാൻ പറഞ്ഞതൊന്നുമല്ല. സത്യം പറഞ്ഞാൽ ഈ ഒരവസ്ഥയിൽ എനിക്കൊരു കുറച്ച് ആശ്വാസവാക്കുകൾ കിട്ടുന്നത് തന്നിൽ നിന്ന് മാത്രമോ. അതുകൊണ്ടാണ് ഞാൻ തന്നോട് അങ്ങനെ പറഞ്ഞത്. നമ്മൾ രണ്ടാളും നമ്മുടെ രണ്ടാളുടെയും യഥാർത്ഥ പ്രണയം നേടിയെടുക്കാൻ വേണ്ടിയല്ലേ ഈ ത്യാഗമൊക്കെ സഹിക്കുന്നത്. തൻ്റെ ഉള്ളിലും ഹർഷനെക്കുറിച്ചുള്ള ഓർമ്മകളൊക്കെ ഉണ്ടാവില്ലേ? ഈ സമയം മധുശ്രീക്ക് കാർത്തിക കൊടുത്ത വാക്കിനെക്കുറിച്ചൊക്കെ ഓർക്കുവാണ്. നിന്റെ ഹർഷനെ ഞാൻ കണ്ടെത്തി തരാം, പകരം നീ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ എത്രയും പെട്ടെന്ന് നടത്തി തരണം. അതൊക്കെ ഓർത്ത് കാർത്തിക ഇങ്ങനെ ടെൻഷനോട് കൂടി നിൽക്കുക. ഈ സമയം വിഷ്ണു കേൾക്കണേ, അല്ലടോ എന്തു പറ്റി, താൻ എന്താ ആലോചിക്കുന്നത്? അത് പിന്നെ വിഷ്ണു ഏട്ടാ, ഞാൻ ഹർഷനെക്കുറിച്ച് ഓർക്കുമായിരുന്നു. അന്നേരം വിഷ്ണു പറയണേ, എനിക്കറിയാം ഹർഷനുമൊത്തുള്ള ഒത്തിരി നല്ല നല്ല നിമിഷങ്ങൾ തനിക്കും ഉണ്ടായിരിക്കുമല്ലോ. എന്താണെങ്കിലും ഉടനെ തന്നെ ഹർഷം വരും. അങ്ങനെ ഹർഷം വന്നു കഴിഞ്ഞാൽ നമ്മൾ നടത്തിയത് നമ്മുടെ യഥാർത്ഥ പ്രണയം നേടിയെടുക്കാനുള്ള കാര്യമാണെന്ന് ഇവരെല്ലാവരോടും പറയുമല്ലോ. അപ്പോഴേക്കും അവർ ഈ വെറുപ്പ് കാണിക്കുന്നതൊക്കെ മാറി നമ്മൾ സ്നേഹിക്കാൻ തുടങ്ങും. എല്ലാം നന്നായി തന്നെ നടക്കും. ഈ സമയം കാർത്തിക മനസ്സിൽ പറയണേ, എനിക്കും എൻ്റെ ഹർഷനും ഒന്നിക്കാനായിട്ട് ഒരിക്കലും ഞാൻ വിഷ്ണുവേട്ടനെ ശാലിനി ജീവിതത്തിൽ ഒരു പ്രശ്നം ഉണ്ടാക്കില്ല. എനിക്കതിനാവില്ല. മധുശ്രീയുടെ വാക്ക് പാലിക്കാൻ എനിക്കൊരിക്കലും ആവില്ല എന്നൊക്കെ മനസ്സിൽ പറയുവാണ്ടോ കാർത്തിക. ഈ സമയം പപ്പിമോള് റെഡിയായിട്ട് താഴത്തേക്ക് വരുവാണ്. പിന്നാലെ ശ്യാമയും രോഹിത്തും ഒക്കെ വരുന്നുണ്ട്. രാഘവനും ഹോളിലേക്ക് വരുവാണ് കേട്ടോ. അങ്ങനെ പപ്പിമോൾക്ക് അവിടുത്തെ ഡെക്കറേഷനൊക്കെ കണ്ടിട്ട് ഒത്തിരി ഇഷ്ടമാകുവാണ് കേട്ടോ. ഈ സമയം രാഘവനും പറയുന്നുണ്ട്, ഡെക്കറേഷനൊക്കെ സൂപ്പറായിട്ടുണ്ട്. അന്നേരം രോഹിത് പറയണേ, ഇതെല്ലാം വിഷ്ണു ബ്രോൻ്റെ ഐഡിയ ആണ്. അതേക്കുമ്പോൾ രാഘവൻ പറയണേ, ഈ ഐഡിയയും ബുദ്ധിയൊക്കെ എന്താ കല്യാണക്കാര്യത്തിൽ കാണിച്ചില്ല? ഇത് കേട്ട് ഹാളിലേക്ക് വരുമായിരിക്കും ഭാമ. അതിന് കല്യാണത്തിന് എന്താ കുഴപ്പം? നമ്മുടെ കുടുംബത്തിന് യോജിക്കുന്ന ഒരു പെൺകുട്ടിയെ തന്നെയാണ് ഇവൻ കല്യാണം കഴിച്ചുകൊണ്ട് വന്നത്. നിങ്ങൾക്കൊക്കെ മാത്രമേ ആ കുട്ടി ഇഷ്ടമാകാതിരുന്നുള്ളൂ. അങ്ങനെ പറഞ്ഞ് ആ ഫ്ലെക്സിലേക്ക് നോക്കുവാണ് കേട്ടോ ഭാമ. അപ്പോഴാണ് അതിൽ സത്യയുടെ പടവും കൂടി കാണുന്നത്. അത് കാണുന്നതും ഭാമക്ക് അങ്ങ് ദേഷ്യം വരുക. ഈ ഫ്ലെക്സിലൊക്കെ എന്തിനാ ആ സത്യയുടെ പടം വെച്ചത്? എനിക്കതിഷ്ടമല്ല. എൻ്റെ പപ്പിബോളുടെ പടം പേരും മാത്രം വെച്ചാൽ മതി. മര്യാദയ്ക്ക് ഈ ഫ്ലെക്സൊക്കെ എടുത്ത് മാറ്റ്. അന്നേരം രോഹിത് വരണേ, സത്യാമ്മേ ഈ ഫ്ലെക്സിൽ മാത്രമല്ല പുറത്തെ ഫ്ലെക്സിലും കേക്കിലും ഒക്കെ രണ്ടാളുടെയും പടവും പേരും ഒക്കെ ഒരുമിച്ചാണ് കൊടുത്തിരിക്കുന്നത്. അതൊക്കെ ഇപ്പോൾ എങ്ങനെ മാറ്റാനാ? അന്നേരം ഭാമ പറയണേ, മാറ്റണം. ആ ജന്തുവിൻ്റെ പേരിൻ്റെ കൂടെ എൻ്റെ പപ്പിമോളുടെ പേര് വെക്കുന്നത് എനിക്കിഷ്ടമല്ല. അതേക്കുമ്പോൾ രാഘവൻ പറഞ്ഞേ, ഭാമി നീ എന്തൊക്കെ പറയുന്നതെന്നുള്ള ബോധമുണ്ടോ? നീ എല്ലാ കാര്യങ്ങളും സമ്മതിച്ചു തരുന്നില്ലേ ഇന്നലെ, പിന്നെന്ത് പറ്റി? അന്നേരം പപ്പിമോള് ചോദിക്കണേ, സത്യാമ്മേ ജന്തു എന്ന് വിളിച്ചത് സത്യമാണോ എന്ന് സങ്കടപ്പെട്ട് ചോദിക്കുവാണ് കേട്ടോ. ഈ സമയം രോഹിത് പറയുന്നുണ്ട്, അതെ, തൽക്കാലം ഇന്നെങ്കിലും ഇവിടെ വഴക്കൊന്നും ഉണ്ടാക്കാതിരിക്കുമോ? എന്നും ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം പോലെ നിങ്ങൾ രണ്ടാളും ഇങ്ങനെ തർക്കിച്ചുകൊണ്ടിരിക്കും. ഇന്ന് നല്ല ദിവസമല്ലേ, ഇന്നത്തെ ദിവസമായിട്ട് വഴക്കൊന്നും വേണ്ട.
രണ്ടുപേരുടെയും പിറന്നാൾ ഒന്നിച്ചല്ല ആഘോഷിക്കുന്നത്, അപ്പോൾ രണ്ടുപേരുടെയും പേര് ഇരിക്കട്ടെ എന്നേ. സത്യാമ്മേ പ്ലീസ്, ആളുകളൊക്കെ വന്നു തുടങ്ങിയിരിക്കുക, വെറുതെ പ്രശ്നം ഉണ്ടാക്കല്ലേ. ഈ സമയത്ത് തന്നെ രണ്ടുപേര് ഗിഫ്റ്റൊക്കെ ആയിട്ട് അവിടെ എത്തുവാണ് കേട്ടോ. അങ്ങനെ സത്യാമ്മ അവരെയൊക്കെ സ്വീകരിക്കുക. ആ വരൂ. അന്നേരം അവരോടത്തെ ഡെക്കറേഷനൊക്കെ കാണുക. അപ്പോൾ ചോദിക്കുക, അല്ല ആരാ ഈ സത്യ എന്ന് പറഞ്ഞ കുട്ടി? അന്നേരം ഭാമയാണെങ്കിൽ ഒന്നും മിണ്ടാതെ നിൽക്കുകയാണ് കേട്ടോ. ആ സമയം രോഹിത് പറയണേ, സത്യ പപ്പിമോളുടെ കൂട്ടുകാരിയാ, ആ കുട്ടിയുടെയും ബർത്ത്ഡേ ഇന്നാ, അപ്പോൾ രണ്ടാളുടെയും ബർത്ത്ഡേ ഒരുമിച്ച് ഇവിടെ വെച്ച് ആഘോഷിക്കാമെന്ന് കരുതി. അത് കേൾക്കുമ്പോൾ അവർ പറയണേ, ഓ സത്യാമ്മയുടെ എന്ത് വലിയ മനസ്സാണ്, സ്വന്തം കൊച്ചുമോളുടെ കൂട്ടുകാരുടെ ബർത്ത്ഡേയും കൂടി ഇതുപോലെ ഒരുമിച്ചൊക്കെ ആഘോഷിക്കാമെന്ന് പറഞ്ഞല്ലോ. അങ്ങനെ പറയുന്നെങ്കിൽ ഒരു വിശാല മനസ്സ് വേണം. സത്യാമ്മയുടെ ഇത്ര നല്ല മനസ്സ് കാരണോ ഈ നാട്ടിലെല്ലാവർക്കും മുമ്പിൽ സത്യാമ്മിക ഒരു പടനായികയായിട്ടാണ് നിൽക്കുന്നത്. അങ്ങനെ അവരുടെ പറയുന്നതൊക്കെ കേൾക്കുമ്പോൾ ഭാമക്ക് വല്ലാതെ സന്തോഷമൊക്കെ തോന്നുവാണ് കേട്ടോ. ഈ സമയം അതൊക്കെ കേട്ട് വിഷ്ണു രാഘവനൊക്കെ മനസ്സിലിങ്ങനെ ചിരിച്ചുകൊണ്ട് നിൽക്കുവാണ്. ഈ സമയം രോഹിത് പറയണേ, സത്യം പറഞ്ഞാൽ പപ്പിമോളുടെ പിറന്നാൾ ഇത്തവണ അങ്ങനെ വലിയ ആഘോഷങ്ങളൊന്നും ഇല്ലാതെ നടത്താനാണ് ഞങ്ങൾ തീരുമാനിച്ചത്. അനാഥാലയത്തിൽ ഭക്ഷണം കൊടുക്കൽ മാത്രമായിട്ട് ഒതുക്കാമെന്ന് വിചാരിച്ചു. അപ്പോഴാ പപ്പിമോളുടെ ഫ്രണ്ടായ സത്യയുടെയും കൂടി ബർത്ത്ഡേ എന്നറിഞ്ഞത്. അങ്ങനെയാണെങ്കിൽ പിന്നെ രണ്ടാളുടെയും പിറന്നാൾ ഒന്നിച്ച് ആഘോഷിക്കാമെന്ന് സത്യാമ്മ തന്നെയാണ് പറഞ്ഞത്. ഓ അതെയോ? അല്ലെങ്കിലും ഇങ്ങനെയൊക്കെ ചിന്തിക്കാൻ സത്യാമ്മക്ക് മാത്രമേ പറ്റൂ. ഈ സമയം സത്യാമ്മ പൊന്നീനെ വിളിക്കണേ. പൊന്നി, ഇവൻ എന്നെ കളിയാക്കുവാണോ ഇങ്ങനെയൊക്കെ പറഞ്ഞ്? അന്നേരം പൊന്നി പറഞ്ഞേ, അല്ല സത്യാമ്മേ, സത്യാമ്മ ഫ്ലെക്സ് ഒക്കെ കീറിക്കളയാൻ പറഞ്ഞത് അവരൊന്നും അറിഞ്ഞിട്ടില്ലല്ലോ. ഈ ഒരു ഗ്യാപ്പിൽ കൂടി സത്യാമ്മ കുറച്ച് മൈലേജ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ച രോഹിത് മോൻ അങ്ങനെയൊക്കെ പറയുന്നത്. ഓ അങ്ങനെ തന്നെ ആയിരിക്കുമല്ലേ? ആ അതേന്നെ സത്യാമ്മേ. ഈ സമയം രോഹിത് വീണ്ടും പറയണേ, ഇവിടെ വെച്ചിരിക്കുന്ന ഫ്ലെക്സിലും അലങ്കാരത്തിലും ഒക്കെ സത്യയുടെ പപ്പിയുടെയും ഫോട്ടോയും പേരും ഒക്കെ വെക്കണമെന്ന് സത്യാമ്മ തന്നെയാണ് പറഞ്ഞത്. അല്ലേ സത്യാമ്മേ? ആ അതെ അതെ, ഇത് തന്നെ പൊക്കുന്നതാണോ എന്ന് പൊന്നിയോട് ചോദിക്കുക. അന്നേരം പൊന്നി, അതേ സത്യാമ്മേ. അങ്ങനെ പറയുകയാണ് കേട്ടോ. അങ്ങനെ സത്യാമ്മ ഭയങ്കര സന്തോഷത്തിൽ എല്ലാവരുടെയും നല്ല വാക്ക് കേൾക്കിയിട്ട് ഭയങ്കര സന്തോഷത്തിൽ നിൽക്കുകയാണ്. ഈ സമയം രോഹിത് പറയണേ, പപ്പിമോളെ സത്യ എത്താറായില്ലേ, നീ ഒന്ന് വിളിച്ചു നോക്കിക്കേ. അങ്ങനെ പപ്പി സത്യയുടെ ഫോണിലേക്ക് വിളിക്കുക. ഹലോ സത്യ, നിങ്ങൾ എത്താറായോ? അമ്മേ നമ്മളെത്താറായോ എന്ന് ശാലിനിയോട് ചോദിക്കുകയാണ് കേട്ടോ സത്യ. 10 മിനിറ്റിലെത്തുമെന്ന് പറയുവാണ്. അത് കേൾക്കുമ്പോൾ പപ്പി പറയണേ, ശരി വേഗം വാ. അങ്ങനെ പറഞ്ഞ് ഫോൺ കട്ടാക്കുവാണ്. ഈ സമയം സത്യ ശാലിനിയോട് പറയണേ, അമ്മേ നമ്മളിന്ന് അവിടെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യാൻ പോകുമ്പോൾ അച്ഛനും കൂടി ഉണ്ടായിരുന്നെങ്കിൽ നല്ല രസമായിരുന്നാണ് അല്ലേ അമ്മേ? ഈ സമയം ശാലിനി മനസ്സിൽ പറയണേ, നിൻ്റെ അച്ഛൻ അവിടെ തന്നെ ഉണ്ട് മോള്. പിന്നീട് കാണിക്കുന്നത് റൂമിലേക്ക് പോകുന്ന ശ്യാമേനെ ഉണ്ടോ. ഈ സമയം ശ്യാമയുടെ ഫോണിലേക്ക് ശാരദാമ്മ വിളിച്ചുകൊണ്ടിരിക്കുമായിരിക്കും. അങ്ങനെ റൂമിലെത്തിയ ശ്യാമ കോൾ അറ്റൻഡ് ചെയ്യുവാം. ഹലോ അമ്മേ, എന്താ വിളിച്ചത്? മോളെ ഇവിടെ ഇരുന്നിട്ട് ഒരു സമാധാനമില്ല. അല്ല അവിടുത്തെ കാര്യങ്ങളൊക്കെ എന്തായി? ശാലിനി എത്തിയോ? ഇല്ല, ഇപ്പോൾ പപ്പിമോളെ സത്യ വിളിച്ചിരുന്നു, കുറച്ച് സമയത്തിനുള്ളിൽ എത്തുമെന്നാണ് പറഞ്ഞത്. അമ്മക്ക് കൂടി വരായിരുന്നില്ലേ? ഈ സമയം ഭാമയെ റൂമിലേക്ക് എത്തുന്നുണ്ട്. ഭാമ അങ്ങനെ വാതിലിൻ്റെ അവിടെ നിന്ന് ഇവരുടെ സംസാരം കേൾക്കുവാണ്ടോ. അന്നേരം ശാരദാമ്മ പറയണേ, എനിക്ക് വരണമെന്നുണ്ട്, പിന്നെ ഇന്നവിടെ എന്തൊക്കെ നടക്കാൻ പോകുന്നതെന്ന് ഓർത്തിട്ട് ഒരു സമാധാനവും ഇല്ല. ശാലിനി അവിടെ എത്തുമ്പോൾ വല്ല പ്രശ്നങ്ങളുണ്ടാകുമോ? അന്നേരം ശ്യാമ പറയണേ, കുഞ്ഞേച്ചിയോടെ വരുന്ന കാര്യം സത്യാമ്മക്കൊക്കെ അറിയാമല്ലോ. സത്യമ്മയുടെ സമ്മതത്തോടെ തന്നെയല്ലേ കുഞ്ഞേച്ചിയും സത്യമോളും വരുന്നതും. എനിക്ക് നല്ല ടെൻഷനുണ്ടമ്മേ, എന്തൊക്കെയാണ് നടക്കാൻ പോകുന്നതെന്ന് അറിയാഞ്ഞിട്ട് ഒരു സമാധാനമില്ല. എങ്ങോട്ടെങ്കിലും ഇറങ്ങി പോകാൻ തോന്നുക, അത്ര കൊണ്ടെൻ്റെ ടെൻഷൻ. ഒന്നാമതാണെങ്കിൽ പപ്പിമോളെ ഞാൻ പ്രസവിച്ചതല്ലല്ലോ. അങ്ങനെ പറഞ്ഞ് ശ്യാമ തിരിയുമ്പോഴായിരിക്കും കേട്ടോ അവിടെ ഭാമ നിൽക്കുന്നത് കാണുന്നത്. ഭാമയാണെങ്കിൽ ശ്യാമ പറഞ്ഞ ആ വാക്കുകളൊക്കെ കേട്ട് അന്തം വിട്ട് നിൽക്കുകയാണ്. ഈ സമയം ശ്യാമ പറയണേ, അമ്മേ ഞാൻ പിന്നെ വിളിക്കാം എന്ന് പറഞ്ഞ് പെട്ടെന്ന് പിന്നെ കോൾ കേട്ടാക്കുണ്ടോ. ശാരദാമ്മ വിചാരിക്കുമോ, ശരാ ഇവൾക്കിത് എന്ത് പറ്റി പെട്ടെന്ന്? ഈ സമയം ഭാമ ശ്യാമയുടെ അരികിലേക്ക് എത്തുക. ശ്യാമേ, നീ എന്താ ഇപ്പോൾ ഫോണിലൂടെ പറഞ്ഞത്? ഞാനത് വ്യക്തമായിട്ട് കേട്ടതാ. പപ്പി നീ പ്രസവിച്ചതല്ലേ? എന്ത് രഹസ്യം നീ ഒളിപ്പിക്കുന്നത്? സത്യം ഇപ്പം തന്നെ പറയണം. പപ്പിമോളെ നീ പ്രസവിച്ചതല്ലേ? നീ ഞങ്ങൾ ഇത്ര നാൾ ചതിക്കുമായിരുന്നോ? നിന്നോടല്ലേ സത്യം പറയാൻ പറഞ്ഞത്? അന്നേരം എന്ത് പറയണം എന്നറിയാതെ ഞെട്ടിത്തെറിച്ച് നിൽക്കുന്ന ശ്യാമയെ കാണിച്ചുകൊണ്ടാണ് കേട്ടോ ഇന്നത്തെ എപ്പിസോഡ് തീരുന്നത്. അപ്പോൾ ഈ ഒരു റിവ്യൂ ഇഷ്ടമായാൽ മറക്കാതെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ. ഇതേപോലെ കൂടുതൽ റിവ്യൂസിനായിട്ട് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക് യു.